പോയ വാരത്തിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചർച്ചയാവാതെ പോകുകയും ചെയ്ത വിഷയങ്ങളും സംഭവങ്ങളും പരിശോധിക്കുകയാണ് ഫോർഗട്ടൺ ഫോക്കസ്. കരുത്തുകാട്ടി ബ്രഹ്മാസ്ത്രങ്ങൾ. പുതിയ ബ്രഹ്മോസ് യൂണിറ്റ് ലക്നൌവിൽ. ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി അറിയണമെങ്കിൽ പാകിസ്ഥാനോട് ചോദിച്ചാൽ മതിയാകും. അതെ, അവർ അതിന്റെ ചൂട് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞു കാണും. ഏത് ലക്ഷ്യസ്ഥാനവും കൃത്യമായി തകർക്കുന്ന ഇന്ത്യയുടെ വജ്രായുധം, ശത്രുവിന്റെ നെഞ്ചും കൂട് പിളർക്കുന്ന നമ്മുടെ ബ്രഹ്മാസ്ത്രം കൂടുതൽ കരുത്തോടെ ഇനി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിർമ്മിക്കും. യോഗിയുടെ ഉത്തർപ്രദേശിൽ നിർമ്മിച്ച ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്തത്. 2018 നടന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ വ്യാവസായിക ഇടനാഴി സംരംഭത്തിന്റെ ഭാഗമായി ഈ ഉൽപാദന യൂണിറ്റ് പ്രഖ്യാപിച്ചത്. ഭാരതവും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് ഓരോ വർഷവും 100 മുതൽ 150 വരെ പുതുതലമുറ ബ്രഹ്മോസ് മിസൈലുകളാണ് രാജ്യത്തിനായി നിർമ്മിച്ചു നൽകുക. 300 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ ഉൽപാദന യൂണിറ്റ് 290 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയും മാക് 2.8 വേഗതയുമുള്ള ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളാണ് നിർമ്മിക്കുക. 2900 കിലോഗ്രാം ഭാരമുള്ള നിലവിലെ ബ്രഹ്മോസ് മിസൈലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ന്യൂജൻ ബ്രഹ്മോസ് മിസൈലിന് 300 കിലോമീറ്ററിലധികം പ്രഹരപരിധിയും 1290 കിലോഗ്രാം ഭാരവുമാണ് ഉണ്ടാവുക. ഇതുവഴി സുഖോയ് പോലുള്ള യുദ്ധവിമാനങ്ങൾക്ക് ഒന്നിലധികം ബ്രഹ്മോസ് മിസൈലുകൾ വഹിക്കുവാൻ സാധിക്കുമെന്നതും രാജ്യത്തിൻ്റെ പ്രതിരോധ കരുത്തിന് നേട്ടമാവും. തദ്ദേശീയമായ ആയുധ നിർമ്മാണം സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ആഗോള ആയുധ വ്യാപാരത്തിലും ഭാരതത്തിന് മേൽക്കൈ നൽകുന്നതാണ്. ഭാരതത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ മുംബൈയിൽ പ്രവർത്തനം ആരംഭിച്ചു. മുംബൈ തുറമുഖത്ത് രാജ്യത്തെ ഏറ്റവും വലിയ ക്രൂയിസ് ടൂറിസം ടെർമിനലിന്റെ ഉദ്ഘാടനത്തോടെ ആഗോള ക്രൂയിസ് ടൂറിസം കേന്ദ്രമാകാനുള്ള ശ്രമത്തിൽ ഒരു പ്രധാന പ്രഖ്യാപനം നടത്തുകയാണ് ഭാരതം. ബെല്ലാട്ട് പിയറിൽ 4,15,000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തൃതിയിലുള്ള ടെർമിനൽ രാജ്യത്തെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനലാണ്. പ്രതിവർഷം 1 ദശലക്ഷത്തിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാവുന്ന മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ 11 മീറ്റർ ഡ്രാഫ്റ്റും 300 മീറ്റർ വരെ നീളവുമുള്ള 5 ക്രൂയിസ് കപ്പലുകളെ ഒരേ സമയം കൈകാര്യം ചെയ്യുവാനും സാധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മുൻനിര ക്രൂയിസ് ലൈനുകളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനും ക്രൂയിസ് ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതിനുമുള്ള ശ്രമങ്ങളിൽ ടെർമിനലിന്റെ വരവ് നിർണായക പങ്കാണ് വഹിക്കാൻ പോകുന്നത്. രാജ്യത്തെ അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ഒരു ആഗോള ക്രൂയിസ് ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ മോദി സർക്കാർ കഴിഞ്ഞ വർഷമാണ് ക്രൂയിസ് ഭാരത് മിഷൻ ആരംഭിച്ചത്. രാജ്യത്തിൻ്റെ നീണ്ട തീരപ്രദേശത്തിൻ്റെയും വിശാലമായ ഉൾനാടൻ ജലപാതകളുടെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അന്താരാഷ്ട്ര ആഭ്യന്തര ക്രൂയിസ് ടൂറിസം വ്യവസായം വളർത്തിയെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലിൻ്റെ ഉദ്ഘാടനത്തോടെ ഭാരതത്തെ ആഗോള ക്രൂയിസ് ടൂറിസം ഹബ്ബാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് സുപ്രധാനമായ ചുവട് വച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ലോകത്തോടായി സൈനിക നടപടി വിശദീകരിച്ച് ഭാരതത്തിൻ്റെ പെൺപുലികൾ. പെഹൽഗാമിൽ ഭീകരർ മായിച്ച ആ സിന്ദൂര പൊട്ടുകൾക്ക് രാജ്യം പകരം ചോദിച്ചപ്പോൾ ആ വാർത്ത ലോകത്തെ അറിയിക്കാൻ രാജ്യം നിയോഗിച്ചത് 2 ശക്തരായ പെൺപുലികളെ, കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സൈനിക നടപടിയെക്കുറിച്ച് വിശദീകരിക്കുവാൻ വനിതാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത്. സമസ്ത മേഖലകളിലും രാജ്യത്തിലെ സ്ത്രീ ശക്തിയെ തലയെടുപ്പോടെ നിൽക്കുവാൻ പ്രാപ്തമാക്കുന്ന ഈ തീരുമാനം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാർക്കുള്ള ആദരവ് കൂടിയായി മാറി. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരകൾക്കും കുടുംബത്തിനും നീതി നടപ്പാക്കുന്നതിനുള്ള രാജ്യത്തിൻ്റെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ സർക്കാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. സൈന്യത്തിൻ്റെ കോർപ്സ് ഓഫ് സിഗ്നൽസിൽ നിന്നുള്ള ഓഫീസറായ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചരിത്രപരമായ പല നേട്ടങ്ങളും രാജ്യത്തിന് വേണ്ടി സ്വന്തമാക്കിയ സ്ത്രീ സൗഹൃദമായ പദ്ധതികളിലൂടെയും വനിതാ സംവരണം എന്ന വലിയ വിപ്ലവത്തിലൂടെയും രാജ്യത്തെ സ്ത്രീ സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന മോദി സർക്കാർ ഈ തീരുമാനത്തിലൂടെ ലോകത്തിന് മുൻപിൽ തന്നെ ഭാരതത്തിൻ്റെ നാരീശക്തിയെ അഭിമാനത്തോടെ അടയാളപ്പെടുത്തുകയാണ് ചെയ്തത്. ശത്രുവിൻ്റെ ഡ്രോണുകളെ തീർത്തുകളയും ഭാർഗവാസ്ത്ര വിജയകരമായി വികസിപ്പിച്ച് ഭാരതം. ഓപ്പറേഷൻ സിന്ദൂറിൽ ശക്തി തെളിയിച്ച രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖല വീണ്ടും പോർമുനകളുടെ വീര്യം വർദ്ധിപ്പിക്കുകയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ പ്രതിരോധ സംവിധാനം ഭാർഗവാസ്ത്രയാണ് ഭാരതം വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത്. ഈ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ റോക്കറ്റുകൾ
ഗോപാൽപൂരിലെ സീവാർഡ് ഫയറിംഗ് റേഞ്ചിൽ നടത്തിയ പരീക്ഷണത്തിൽ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുത്താണ് സേനയുടെ ആവനാഴിയിൽ പുതുതായി ഇടം കണ്ടെത്തുന്നത്. 2.5 കിലോമീറ്റർ വരെ ദൂരത്തിൽ നിന്ന് വരുന്ന ചെറുതും വലുതുമായ ശത്രുവിന്റെ ഡ്രോണുകളെ കണ്ടെത്തി ഇല്ലാതാക്കുന്നതിനുള്ള ഭാർഗവാസ്ത്രത്തിന്റെ നൂതന കഴിവുകൾ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരും. സമുദ്രനിരപ്പിൽ നിന്ന് 5000 മീറ്റർ ഉയരത്തിൽ വരെ സ്ഥിതി ചെയ്യുന്ന ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ തടസ്സമില്ലാതെ വിന്യാസം നടത്തുവാൻ കഴിയുമെന്നതും ഭാർഗവാസ്ത്രയുടെ മറ്റൊരു പ്രത്യേകതയാണ്. പാകിസ്ഥാന്റെ മിസൈലുകളെ അതിർത്തി കടത്താതെ നിലം പരിശാക്കിയ നമ്മുടെ S-400 കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുക്കുവാൻ ഭാർഗവാസ്ത്ര കൂടി ചേരുമ്പോൾ ഇരട്ടി പ്രഹരമാകും ഇത് ശത്രുവിന് ഏൽപ്പിക്കുക. എന്തിനും തയ്യാറായി കരുത്തോടെ സുരക്ഷയുടെ കവചം തീർക്കുന്ന നവീനമായ പ്രതിരോധ സംവിധാനങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് പകരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. കരയും കടലും ആകാശവും മാത്രമല്ല, ഭാരതം പാകിസ്ഥാനെ തോൽപ്പിച്ചത് ഇവിടെ കൂടിയാണ്. പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളെ മറികടക്കുന്ന കാഴ്ചകളാണ് ഓപ്പറേഷൻ സിന്ധൂർ നമുക്ക് കാണിച്ചു തന്നത്. ഇന്ത്യൻ സേനയുടെ ആക്രമണത്തിലൂടെ തകർന്നു തരിപ്പണമായ പാകിസ്ഥാൻ നിരന്തരം വ്യാജവാർത്തകൾ പുറന്തള്ളിക്കൊണ്ടിരുന്നു. ഫേക്ക് ന്യൂസുകളുടെയും നുണപ്രചരണങ്ങളുടെയും ഒരു പ്രവാഹം തന്നെ അവർ ഒഴുക്കിവിട്ടു. സൈബർ ഇടങ്ങളിലും പാകിസ്ഥാന്റെ തുറന്ന പോർമുഖങ്ങളെ അതിസമർത്ഥമായി ഭാരതം കീഴ്പ്പെടുത്തി. സത്യം വളച്ചൊടിക്കുക, തെറ്റായ പ്രചാരണങ്ങളുടെ കൊടുങ്കാറ്റിലൂടെ ആഗോളതലത്തിൽ തെറ്റിദ്ധാരണ പരത്തി നഷ്ടപ്പെട്ട മുഖം വീണ്ടെടുക്കുകയെന്ന പാക് തന്ത്രം തെളിവുകൾ സഹിതം സമഗ്രമായി കേന്ദ്ര സർക്കാർ പൊളിച്ചടുക്കിയതോടെ പാക് പട വീണ്ടും പ്രതിരോധത്തിലായി. അവർ തകർത്തു എന്നവകാശപ്പെട്ട ആദംപൂരിലെ വ്യോമത്താവളവും S-400 സുദർശന ചക്രയും പ്രധാനമന്ത്രിയുടെ ചിത്രത്തിലൂടെ ലോകത്തോട് സംസാരിച്ചപ്പോൾ പാകിസ്ഥാൻ സൃഷ്ടിച്ച ഫേക്ക് നറേറ്റീവുകളുടെ പതനം സമ്പൂർണ്ണമാവുകയായിരുന്നു. ഡിജിറ്റൽ യുഗത്തിലെ യുദ്ധ സാഹചര്യങ്ങളിൽ സൈനിക നടപടികളോടൊപ്പം സൈനികേതര മേഖലകളിലും സൈബർ ഇടങ്ങളിലും ശത്രുവിനുമേൽ ആധിപത്യം ഉറപ്പിക്കുവാൻ കഴിഞ്ഞതുകൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിന് ഇരട്ടി മധുരം പകരുന്നത്.